dears, welcome to the world of English. It is me, Iyasir from M Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ബി SCRT ആക്കിയിട്ടുള്ള സെറ്റ് ബി ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും നോക്കിക്കോ, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഏരിയ ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇൻ ദ ആറ്റിക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? നോട്ട് അൺടിൽ ദ ഏർലി ഹവേഴ്സ് നെക്സ്റ്റ് ഡേ സൈലൻസ് ബ്രോക്ക് ബൈ ലൗഡ് റെസ്റ്റോറൻറ്റ് നോയ്സ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ കൃത്യമായിട്ടുണ്ടാവും ഈ ഒരു പാരഗ്രാഫ്. അതുപോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇടയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നോക്കിക്കോ, താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വാസ് ദ അനൗൺസ്മെന്റ് മെയ്ഡ് ലൗഡ് ബൈ റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് അപ്പ് ഹിയർ ബൈ? അടുത്തുള്ള റേഡിയോയിൽ നിന്നും എന്ത് അനൗൺസ്മെന്റ് കേട്ടത്? കേട്ട അനൗൺസ്മെന്റ് വാസ് ഇൻ പോളിഷ് ടു ഡിഫീറ്റ് ജർമ്മനി ലിബറേഷൻ ഓഫ് വാർസോ എന്ന് പറയുന്നുണ്ട്. വാർസോക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ഡിഡ് ജർമ്മൻ ഓഫീസർ ഗീവ് മിലിറ്ററി ഓവർകോട്ട് നരേറ്റർ? എന്തിനു വേണ്ടിയിട്ടാണ് ജർമ്മൻ ഓഫീസർ നമ്മുടെ സ്പിൽമെൻ എന്ത് കൊടുത്ത്, ജർമ്മൻ കോട്ട് കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് കണ്ടോ? ഗ്രേറ്റ് കൺസേൺ ഫോർ നറേറ്റർ വാസ് ഫോഴ്സ്ഡ് ടു ഓവർകോട്ട് ആൻഡ് ഫിയർഡ് ഓർ ഓൺ സേഫ്റ്റി നറേറ്റേഴ്സ് ലൈഫ് ഇൻ ഡേഞ്ചർ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ദ ഓഫീസർ ഹാഡ് കൺസേൺ ഫോർ നറേറ്റർ സർവൈവൽ. ആ നറേറ്റർ, അതായത് നമ്മളുടെ വ്ളാഡിസ്ലോ സ്പിൽമനെ സർവൈവ് ചെയ്യണം എന്നുള്ളതിൽ ആർക്ക് കൺസേൺ ഉണ്ടായിരുന്നു? നമ്മുടെ ജർമ്മൻ ഓഫീസർക്ക് കൺസേൺ ഉണ്ടായിരുന്നു. സോ പിന്നെന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. വൈ ഡിഡ് ദ നറേറ്റർ സിങ്ക് ഓൺ ഹിസ് മാട്രസ് അട്ടർലി ഡിജക്റ്റഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. വാട്ട് ഡിഡ് ദ നരേറ്റർ സിങ്ക് കേട്ടോ. വൈ ഡിഡ് ദ നരേറ്റർ സിങ്ക്? എന്തുകൊണ്ടാണ് സിങ്ക് ആയിട്ട് ഹിസ് മാട്രസ് അട്ടേർലി ഡിജക്റ്റഡ്? അദ്ദേഹത്തിൻ്റെ ആ മാട്രസ് കിടക്ക എന്ന് പറയുന്നുണ്ടല്ലേ. ബിക്കോസ് ഓഫ് ദ റിതമാറ്റിക് ഫുൾ സ്റ്റെപ്പ് ഓഫ് ദ ഗാർഡ്സ്. താഴെ പതുങ്ങിയിരുന്നു എന്നൊക്കെ പറഞ്ഞത് എന്തിനാണ് കൊണ്ടാ ചോദിച്ചത്? ഇത്രയേ ഉള്ളൂ. ബിക്കോസ് ഓഫ് ഹി ഹാഡ് നോ ഇൻഫർമേഷൻ അബൌട്ട് ദ കറണ്ട് സിറ്റുവേഷൻ ഓഫ് ദ വാർ ഫ്രണ്ട്. വാറിൽ നടക്കുന്ന കറക്റ്റ് സിറ്റുവേഷൻ എന്താ ആർക്കും അറിയില്ല, നമ്മുടെ സ്പിൽമൻ അറിയില്ല. എന്നൊക്കെ അതിനെക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പാരഗ്രാഫാണ്, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സാർ ഇതിൻ്റെ ആൻസർ ഒറ്റയടിക്ക് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, സോ പിന്നെന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ നറേറ്റർ ഡെസ്പറേറ്റ്ലി നീഡ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം, അതായത് he desperately needed information from the war front. അദ്ദേഹത്തിന് desperately needed, അദ്ദേഹത്തിന് desperation എന്ന് പറഞ്ഞാൽ അറിയാലോ. സോ നീഡഡ് ഇൻഫർമേഷൻ ഫ്രം ദ വാർ ഫ്രണ്ട്. അദ്ദേഹത്തിന് വാർ ഫ്രണ്ടിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പിന്നെന്താ പിന്നുള്ള ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ നോൺ ഫ്രൈസ് വെർബ് ഫ്രൈസ് സബ്ജക്റ്റ് പൊസിഷൻ. താഴത്ത് തന്നിട്ടുള്ളതിൽ നിന്നും നോൺ ഫ്രൈസ് വെർബ് ഫ്രൈസ് സബ്ജക്റ്റ് പൊസിഷൻ ഉണ്ടാക്കാം. കൃത്യമായിട്ട് സാറ് പറഞ്ഞുതരാം. നോൺ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഓവർകോട്ട് ഓഫ് ദ ജർമ്മൻ ഓഫീസർ. വെർബ് ഫ്രേസ് ചെയ്താൽ സിംബലൈസസ് ബോത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് അൺസർട്ടനിറ്റി. അതാണ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. കൂടുതൽ വലിച്ചു നീട്ടലുകളൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, ആൻസർ കാണിച്ചിരുന്നു, അത് പറയുന്നു. സോ അത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അതിനെ കൊണ്ട് ഭയങ്കര സിമ്പിൾ ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അതാണ്. പിന്നെ പറയുന്നത് യെസ്, അനദർ ഡേ ഇൻ പാരഡൈസിൽ നിന്ന് നിങ്ങളോട് ലൈൻ ബൈ ലൈൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് പഠിച്ചോ. അനദർ ഡേ ഇൻ പാരഡൈസ് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത് അപ്രിസിയേഷനാണ്. അതിനെ കൊണ്ട് ചിലപ്പോൾ ഈ എക്സാമിന് എന്ത് ചോദിക്കും? ലൈൻ ബൈ ലൈൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ. സോ she calls out on the man on the street, sir can you help me? ഒന്നാമത്തെ സ്റ്റാൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? why does the man start to whistle as he crosses the street? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ വിസിൽ അടിച്ചുകൊണ്ട് ആ ക്രോസ് ആ ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ആൻസർ ഹീസ് എ ക്വൈറ്റ് എംബ്രൈസ് ലിസൺ ടു ക്രൈസ്റ്റ് ഓഫ് ദ ലേഡി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ആ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാൻ എന്തുണ്ടായിരുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സഹായിക്കാൻ ഹെൽപ്പിംഗിലുള്ള മെന്റാലിറ്റിയിൽ അതിനെ കൊണ്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് എഫക്ട് ഡസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ലൈൻ ഓ തിങ്ക് ട്വൈസ് ക്രിയേറ്റ്? തിങ്ക് ട്വൈസ് ഓ തിങ്ക് ട്വൈസ് ജസ്റ്റ് അനദർ ഡേ യു ആൻഡ് മീ ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. അതിൽ യൂസ് ചെയ്ത റിപ്പീറ്റേഷൻ എഫക്ട്, അതിൻ്റെ എന്താണ്? വാട്ട് ഡസ് ദ റിപ്പീറ്റേഷൻ, എന്ത് എഫക്റ്റ് കൊണ്ടുവരുന്ന റിപ്പീറ്റേഷൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, 4 എണ്ണം. ആ 4 ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ, എല്ലാവർക്കും അറിയാം. സോ അതിന് ആൻസറിന് ഡയറക്റ്റ് പറഞ്ഞുതരാം. ഇറ്റ് കോൺട്രാസ്റ്റ് സഫറിംഗ് ഓഫ് അതേഴ്സ് വിത്തൗട്ട് ഓൺ പ്രിവിലേജ് എന്ന് പറയുന്നത്. ഇറ്റ് കോൺട്രാസ്റ്റ് സഫറിംഗ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ വേദനകളിൽ നിന്നുള്ള കോൺട്രാസ്റ്റ് എന്താ? പരസ്പരം ഓപ്പോസിറ്റ് ആയ കാലത്തിന് നമ്മൾ എന്ത് പറയാം? കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്നും സ്വന്തം പ്രിവിലേജ് എടുത്തുകൊണ്ട് പറയാണ് എന്ത്? നിങ്ങളൊക്കെ പൊയ്ക്കോ, നാളെ നീയും നാളെ സ്വർഗത്തിൽ വരുന്ന ദിവസമുണ്ട്, ആ ദിവസത്തിൽ നമുക്ക് കാണാമെന്ന് പറയാണ് കേട്ടോ. സോ പിന്നെന്താണ്? What message does the poets convey through the lines given below? above മുകളിൽ കൊടുത്തുള്ള ലൈൻസിൽ നിന്നും എന്ത് മെസ്സേജാണ് തരുന്നത്? എന്ത് മെസ്സേജാണ് തരുന്നത്? മെസ്സേജ് സി ആണ് ആൻസർ. സൊസൈറ്റി ഓഫൻ ടേൺസ് എ ബ്ലൈൻഡ് ഐ ടു സഫറിംഗ് ഓഫ് അതേഴ്സ് നീഡ്സ് മോർ ബീൻ കമ്പാഷനേറ്റ്. അതായത് സമൂഹത്തിൽ ഏറ്റവും ലളിതമായിട്ട് പാവപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സഹായിക്കണം എന്നുള്ള മെസ്സേജാണ് ഈ ഒരു പിന്നെ തരുന്നതെന്ന് പറയുന്നത് കേട്ടോ. സൊസൈറ്റി അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ ബ്ലൈൻഡാന്ന് പറഞ്ഞാൽ അവരെ കാണാത്ത പോലെ നടക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ പിന്നെ ഹി പ്രിട്ടൻസ് ഹി കനോട്ട് ഹിയർ ഹെർ.
ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഐറണിയാണ്. ഏതാണ്? ഐറണിയാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിനെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ അനദർ ഡേ ഇൻ പാരഡൈസിൻ്റെ ഒരു ഏരിയ എന്ന ക്വസ്റ്റ്യൻ നിങ്ങളോട് അപ്രിസിയേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ. സോ അതിനെ കൊണ്ട് ഈ ഒരു ഏരിയ കൃത്യമായിട്ട് നോക്കി വെക്കാം. ഏത് പോയറ്റിക് ഡിവൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതാണ് പോയറ്റിക് ഡിവൈസ്? ഏതാ? ഐറണി, കളിയാക്കി പറയലാണ് കേട്ടോ. ഓക്കെ. സോ പിന്നെ അടുത്ത എന്താണ്? അടുത്തത് വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി. അതെ, അപ്രിസിയേഷൻ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോ. ഈ വരുന്ന SLC നമ്മുടെ ഒന്നെങ്കിൽ പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ മോഡൽ എക്സാമിന് നമ്മൾ പറയാം. അപ്പോൾ ഈ വരുന്ന മോഡൽ എക്സാമിന് നിങ്ങളോട് അപ്രിസിയേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയം എന്ന് പറയുന്നത് വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി ആയിരിക്കും. ഒന്നെങ്കിൽ വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് അപ്രിസിയേഷൻ ചോദിക്കുന്നത് ഏതിൽ നിന്നായിരിക്കും? മിറർ എന്ന് പറയുന്ന പോയത്തിൽ നിന്നായിരിക്കും. ഓക്കെ. അപ്പം ഒന്നാമത്തെ വരി തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വുഡ്ലാൻഡ് പാറ്റ്സ് ആർ ഡ്രൈ തുടങ്ങിയിട്ട് അവിടുന്ന് പറയുന്ന ഓട്ടം ബ്യൂട്ടി, അതിനുശേഷം വുഡ്ലാൻഡ് പാറ്റ്സ് ആർ ഡ്രൈ എന്ന് പറയുന്ന വരികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അപ്രിസിയേഷൻ എഴുതാൻ പറ്റണം. കഴിഞ്ഞ വീഡിയോയിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക? അപ്രിസിയേഷൻ ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ വരികളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വുഡ്ലാൻഡ് പാറ്റ്സ് ആർ ഡ്രൈ എന്ന് പറയുന്നുണ്ട്. അത് എന്തിൻ്റെ ഇമേജറി? അതൊരു ഇമേജറിയാണ്, വിഷ്വൽ ഇമേജറി, കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഓട്ടം ബ്യൂട്ടി, ഇതൊക്കെ വിഷ്വൽ ഇമേജറിയാണ്. പിന്നെന്താ? പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ, മിറേഴ്സ് ആർ സ്റ്റിൽ സ്കൈ, ആകാശം ഇപ്പോഴും കണ്ണാടി, ആ ഒരു റിഫ്ലക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു മെറ്റഫർ ഉണ്ട്. എന്തിനെയാണ്? കണ്ണാടിയോട് അവിടെയുള്ള തടാകത്തിലെ വെള്ളത്തിനെ കമ്പയർ ചെയ്യുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം പറയണം. പിന്നെന്താ? പിന്നെ ക്ലാമറസ് വിങ്സ്, ആ ചിറകടി ശബ്ദം, ബെൽബീറ്റ്, ഗ്രേറ്റ്, ബ്രോക്കൺ റിങ്സ് എന്നൊക്കെ പറഞ്ഞ കുറേ ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ സാർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ കഴിഞ്ഞ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഏരിയാസ് പോയിട്ട് കാണണം. ഓക്കെ, സെറ്റാണല്ലോ. അപ്രിസിയേഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. തീമാണ്. തീമിനെ കുറിച്ച് നല്ലോണം പറയണം. അതിന് നമുക്ക് എന്ത് വേണം? 2 മാർക്ക് കിട്ടും. സോ ഇതൊക്കെ 1 മാർക്കായിരിക്കും. ഇങ്ങനെ ഇതാ 1 then 2 അങ്ങനെയാണ് നമുക്ക് മാർക്ക് കിട്ടും. ഇതിന് 3 അങ്ങനെയാണ്. എക്സ്പ്ലനേഷൻ പോയറ്റിക് ഡിവൈസ് എക്സ്പ്ലെയിൻ നല്ല മാർക്ക് ഉണ്ട്. അപ്പം ആ ഒരു മാർക്കൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്രിസിയേഷൻ സെറ്റ് ആക്കേണ്ടത്. ഓക്കെ. വൈൽഡ് സൺസെറ്റ് കൂളി അറിയാമല്ലോ. കൂളി തടാകം നമ്മുടെ ചാപ്റ്ററാണ്, WBCൻ്റെ ചാപ്റ്ററാണ്. 59 അരയണങ്ങൾ എന്നാൽ 19 വർഷങ്ങളായിട്ട് ഒരു പോയറ്റ് എങ്ങോട്ടേക്ക് വരുന്നത്? കൂളി തടാകത്തിലേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. സോ രണ്ടാമത് 10B ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എല്ലാ സെറ്റ് ആയാലും സെറ്റ് ബിയിലൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മുടെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു പിന്നെ പോയത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പോയത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എന്തായാലും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കും. ബ്രൂട്ടസ് പറയുന്ന കാര്യമുണ്ട്, മാർക്ക് ആൻ്റണി പറയുന്ന കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾ ഓൺ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതിനെക്കൊണ്ട് വലിയ ചാൻസ് ഞാൻ പറയില്ല, എന്നാലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും ഈ ഒരു ചാർട്ടിൽ നിന്ന് കേട്ടോ. ഓക്കെ. സോ മാർക്ക് ആൻ്റണി പറയുന്ന കാര്യമുണ്ട്, ബ്രൂട്ടസ് പറയുന്ന കാര്യമുണ്ട്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കണം. അനാലൈസ് their speeches and write paragraph on the points can each speaker tries to highlight. Point out the argument you find more convincing. Explain your reason. ഭയങ്കര കൺവിൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. മാർക്ക് ആൻ്റണി പറയുന്ന കാര്യങ്ങളും ബ്രൂട്ടസ് പറയുന്ന കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് അടിപൊളി, മീൻസ് ബ്രൂട്ടസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, മാർക്ക് ആൻ്റണി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ബ്രൂട്ടസ് പിന്നെ സീസറിനെ താഴ്ത്തി പറയുന്നത്, ഇതിനൊക്കെ റീസൺ ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. എന്നിട്ടായിരിക്കും നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബിഗിൻ വിത്ത് സ്ട്രൈക്കിംഗ് ഐഡിയ. ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഐഡിയ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം സെറ്റ് ആക്കേണ്ടത്. പിന്നെ ഐഡിയാസ് ഓർഗനൈസ്ഡ് സ്യൂട്ടബിൾ ഫോം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യം, സീസറിനെ കുറിച്ച് നല്ലോണം പറയണം. ആരാണ് സീസർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 5 മാർക്ക് കിട്ടണമെങ്കിൽ സീസർ ആരാന്ന് പറയണം. സീസറിനെ കുറിച്ച് മാർക്ക് ആൻ്റണി എന്ത് പറഞ്ഞു, ബ്രൂട്ടസ് എന്ത് പറഞ്ഞു, ആര് പറഞ്ഞതാണ് ട്രൂ, ആര് പറഞ്ഞതാണ് ഫോൾസ്. ഓക്കെ, കൃത്യമായിട്ട് പറയാം. ഓക്കെ. സോ പിന്നെന്താണ് 11 മുതൽ 14 വരെ ഞാൻ പറഞ്ഞല്ലോ. 11 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻ എല്ലാ കൊല്ലവും പുറത്തുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഈ ഒരു ഏരിയ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. കാരണം ഈ ഒരു ഏരിയ തന്നെയാണ് വരുന്നതെന്ന് ഞാൻ പറയൂല. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കൊല്ലം മാറി വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു പാരഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 സ്ക്രിപ്റ്റ് ഓഫ് പോഡ്കാസ്റ്റ് എഴുതി വെച്ചോ, നോട്ട്സ് ചെയ്ത് വെച്ചോ. സ്ക്രിപ്റ്റ് ഓഫ് പോഡ്കാസ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് SLC മോഡൽ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും നോക്കി വെച്ചോ. ഓക്കെ. സോ അതെന്താണെന്നുള്ളത് സാർ കൃത്യമായിട്ട് പറഞ്ഞുതരാം. വ്ളാഡിസോ സ്പിൽമൻ ഓഫ് ജെനോസിറ്റി റെസിലിയൻസ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ് ആഫ്റ്റർ ദ വാർ സ്പിൽമൻ റിജോയിൻസ് പോളിഷ് റേഡിയോ. യുദ്ധത്തിന് ശേഷം സ്പിൽമൻ എന്ത് ചെയ്തു? പോളിഷ് റേഡിയോയിൽ ജോയിൻ ചെയ്തു. ഹി മേക്സ് എ റേഡിയോ പോഡ്കാസ്റ്റ് ഓൺ ഹിസ് എക്സ്പീരിയൻസ് അറ്റ് ദ ടൈം ഓഫ് വാർ. യുദ്ധത്തിന്റെ സമയത്ത് നമ്മുടെ സ്പിൽമൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഉണ്ടായ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റ് ഇറക്കുന്നുണ്ട്. സോ നോക്കാം അതിൻ്റെ ഹിൻഡുകൾ എന്തൊക്കെയാണ്. ഹി ഹൈഡ് ഇൻ ആറ്റിക്കിൽ ഒളിച്ചിരുന്ന കാര്യം പറയണം. ജർമ്മൻ ഓഫീസർ ഫൈൻസ് ഹിം, ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തെ കണ്ടെത്തിയ കാര്യം. പിയാനോ വായിക്കാൻ ചോദിച്ചു, ഫുഡ് കൊടുത്തു. അതേപോലെ 6 വർഷത്തിന് ശേഷം യുദ്ധം അവസാനിച്ചു. പിന്നെന്താണ്, ഓഫീസർ ബൈറ്റ്സ് ഫെയർവെൽ കൊടുത്തു പറഞ്ഞാൽ പോകുന്ന സമയത്ത് ജർമ്മൻ കോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പോയതില്ലേ. പിന്നെന്താണ്, ഗിഫ്റ്റ് സ്പിൽമെൻ ഹിസ് കോട്ട് കൊടുത്തു. അതെ, മിസ്റ്റേക്കൺ ഫോർ ജർമ്മൻ ഓഫീസർ, ഫ്രീ ഓഫ് 60 years, റിമെമ്പേഴ്സ് ഹൊസൻഫീൽഡ് എന്ന് പറയുന്നുണ്ട്. വില്യം ഹൊസൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഓഫീസറുടെ പേരാണ്. അദ്ദേഹത്തെ ഓർക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കണം സ്ക്രിപ്റ്റ് ഓഫ് പോഡ്കാസ്റ്റ് ഉണ്ടാക്കേണ്ടത്. ഇതൊരു പുതിയ ക്വസ്റ്റ്യനാണ്, അതിനെക്കൊണ്ട് സാർ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പോഡ്കാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള എന്ത് വേണം, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിനുശേഷം കണ്ടന്റ് ഡെവലപ്മെന്റ്, നല്ലൊരു അടിപൊളി കണ്ടന്റ് ഡെവലപ്പ് ചെയ്യണം. അതായത് ജർമ്മനിയും പോളണ്ടും തമ്മിലാണ് യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. പിന്നെ പേഴ്സണൽ പെർസ്പെക്റ്റീവ്, അദ്ദേഹത്തിൻ്റെ വ്ലാഡിസ്ലാവ് സ്പിൽമൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ്, ജർമ്മനിയെ കുറിച്ച് എന്താണ് അഭിപ്രായം, സ്വന്തം രാജ്യമായ പോളണ്ടിനെ കുറിച്ചാണ് എന്താണ് അഭിപ്രായം, ജർമ്മൻ ഓഫീസറെ കുറിച്ച് എന്താ അഭിപ്രായം, എല്ലാം പറയണം. പിന്നെ ലോജിക്കൽ ഫ്ലോ ഐഡിയാസ്, ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ കൺക്ലൂഷൻ. ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇതൊരു പോഡ്കാസ്റ്റ്, കഥ പറയലല്ല കാര്യം. കഥ പറയാൻ മീൻസ് മുന്നുണ്ടായ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുക, പക്ഷെ അത് കഥ പോലെയല്ല, അനുഭവം പറയുന്ന പോലെ പറയണം. കഥ പറയലും അനുഭവം പറയലും രണ്ടാ. വ്ലാഡിസ്ലാവ് സ്പിൽമൻ ആണ് ഇതിലൊരു വ്യക്തി, അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിന്നെ പോഡ്കാസ്റ്റ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സെറ്റാക്കി നോക്കണം. ഓക്കെ, പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 7ാമത്തെ ക്വസ്റ്റ്യൻ സോറിടാ, 7ാമത്തതല്ല, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നുള്ളത് എന്താ, പിന്നുള്ളത് ഷോർട്ട് സ്പീച്ചാണ്. ഷോർട്ട് സ്പീച്ച് മാഷെ ചെറിയ സ്പീച്ചാണോ, 7 മാർക്കിന് ചെറിയ സ്പീച്ച് എഴുതിയാൽ മതി ചോദിക്കണ്ട. 1.5 മാർക്ക് എന്തായാലും, 1.5 മാർക്കല്ല 1.5 പേജ് സെറ്റായിട്ട് എഴുതണം. അപ്പോൾ ഷോർട്ട് സ്പീച്ച് എന്താണ്, റിയൽ കോസ്റ്റ് ഓഫ് ദ വാർ. ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും നോക്കി വെച്ചോ. റിയൽ കോസ്റ്റ് ഓഫ് ദ വാർ, യുദ്ധത്തിൻ്റെ ശരിക്കുള്ള വില. അത് ഒരുപാട് ഫാമിലീസിന് പിന്നെ പാരൻസിന് മക്കൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ സാക്രിഫൈസ്, സൈലന്റ് പെയിൻ, ഓരോരുത്തർക്ക് മനസ്സിലുള്ള നല്ല വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഫാദർ റിയലൈസ് പെയിൻ ഓഫ് ലോസ്, വാർ ഡിസ്ട്രോയ്സ് ഫാമിലീസ് ആൻഡ് ഇമോഷൻസ്, നോ ഗ്ലോറി ഓൺലി സഫറിങ്, മെസ്സേജ് ഓഫ് പീസ് ആൻഡ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങൾ ഷോർട്ട് സ്പീച്ച് ഉണ്ടാക്കേണ്ടത്. ഷോർട്ട് സ്പീച്ച് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോർട്ട് സ്പീച്ചും രണ്ടും ഉണ്ടല്ലേ. അപ്പോൾ സ്പീച്ചിൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ടോപ്പിക് വെൽ, എന്ത് ടോപ്പിക്കാണ് കിട്ടിയത് വളരെ അടിപൊളിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നല്ല സെല്യൂട്ടേഷൻ, നല്ല സ്റ്റാർട്ടിങ് സാധനം കൊടുക്കണം. റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഗീറ്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം വരണമുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഡെവലപ്സ് ദ ടോപ്പിക് വിത്ത് വെറൈറ്റി ഓഫ് സപ്പോർട്ടിങ് മെറ്റീരിയൽസ്, ഒരു വെറൈറ്റി ഓഫ് ഐഡിയ, ഒരു ടോപ്പിക്കിനെ കുറിച്ച് വെറൈറ്റി ഓഫ് ഐഡിയ കൊണ്ടുവരണം. അതേപോലെ തന്നെ പാരൻസ് സ്പീക്കേഴ്സ് ഓൺ വ്യൂവേഴ്സ്, അതായത് നമ്മുടെ പാരൻസ് പിന്നെ ഗ്രീവിങ് മദറും അവർ ഹസ്ബൻഡും ഉണ്ടല്ലോ. സോ അവരെങ്ങനെയാണ് യുദ്ധത്തിനെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ്, മകളെക്കുറിച്ച്, സ്വന്തം മകനെ കുറിച്ചുള്ള ടെൻഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സ്റ്റൗട്ട് മാൻ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം, അതിൽ പറയണം. പിന്നെ പാട്രിയോട്ടിസം വേഴ്സസ് പിന്നെന്താണ് പാരന്റൽ ലവ്, മാതൃസ്നേഹവും രാജ്യസ്നേഹവും തമ്മിലുള്ള വേഴ്സസ് ആയിട്ടുള്ള സംഭവമാണ്. പരസ്പരം ഓപ്പോസിറ്റ് ആയ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, പറയണമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ പിന്നെ 16A ക്വസ്റ്റ്യൻ നോക്കുക. അരുണാചലം മുരുകാനന്ദം പിന്നെ നമ്മുടെ ഫിനിക്സ് റൈസസ്, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു പിന്നെ പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാരഗ്രാഫ് ഹൈലൈറ്റിംഗ് ഹൗ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ അരുണാചലം മുരുകാനന്ദത്തിൻ്റെ. അതെങ്ങനെയാണെന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്താക്കണം, പ്രൊമോട്ടിങ് ഹെൽത്ത് ആൻഡ് ജെൻഡർ ഇക്വിറ്റി, ഹെൽത്ത് ആൻഡ് ജെൻഡർ അല്ലേ, ആരോഗ്യവും അതേപോലെ തന്നെ ലിംഗം സംഭവം കാര്യങ്ങളൊക്കെ കേട്ടോ, അതിനെക്കുറിച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്, പാരഗ്രാഫ് എഴുതേണ്ടത്. അപ്പോൾ പാരഗ്രാഫ് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. സോ എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ഷോർട്ട് നെറേറ്റീവ്, ഒരു ചെറിയ നെറേറ്റീവ് ഏത്, എന്തിനെ കുറിച്ചിട്ടാണ്, ദ ഇവൻറ്റ്സ് എ പീസ് ഓഫ് സ്ട്രിങ് ഫ്രം ഹോഷ്കോംസ് പെർസ്പെക്റ്റീവ്. ശരിക്കും മനസ്സിലാക്കി വെച്ചു. നെറേറ്റീവിൻ്റെ ക്വസ്റ്റ്യൻ കഥ പറയലാണ്. എന്താണ് കഥ പറയൽ, റിവ്യൂ അല്ല കേട്ടോ, നെറേറ്റീവ്. അപ്പോൾ ഹോഷ്കോമിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് എഴുതുമ്പോൾ എന്നോട് ഹോഷ്കോമിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് കഥ എഴുതാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതാം, അതായത് ഹോഷ്കോം ഞാൻ പറയില്ല. ഞാൻ ഇപ്പോൾ പിന്നെ പീസ് ഓഫ് സ്ട്രിങ്ങിത്തെ ക്യാരക്ടർ പേര് ഇയാസ് ആണെങ്കിൽ എൻ്റെ പേര് ഇയാസ് ആണ്, അപ്പോൾ ഞാൻ പറയാം ഇയാസ് ഇസ് ഗോയിങ് എന്ന് പറയാം, ഇല്ല ഐ വാസ് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ആ രൂപത്തിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നെറേറ്റീവ് എഴുതേണ്ടത്. ഉണ്ടായ സിറ്റുവേഷൻസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. കണ്ടോ, കൺക്ലൂഡ് നെറേറ്റീവ് വിത്ത് ഹിസ് ഫീലിംഗ്സ് റിലീഫ് വെൻ ഹീസ് ക്ലിയർ ദ ചാർജ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക
പേഴ്സ് പോക്കറ്റ് ബുക്ക് തിരിച്ചു കിട്ടിയിട്ടും അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ എന്ത് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്തില്ല. അപ്പോഴും അദ്ദേഹത്തെ കള്ളനാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് ഹോസ്കോമിക് അതെങ്ങനെയാണ് പറയുക അതുപോലെ എഴുതണം. ക്വസ്റ്റ്യൻ മാറിപ്പോകരുത്. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ ഒരു നെഗറ്റീവ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടോ, എക്സ്പ്രസ് ദ തീം, മെസ്സേജ്, അതേപോലെ തന്നെയാണ് പ്രോപ്പർ ബിഗിനിങ് ആൻഡ് എൻഡിങ്, അടിപൊളി സ്റ്റാർട്ടിങ്ങും ഒരു അടിപൊളി എൻഡിങ്ങും ആണെന്ന് പറയുന്നുണ്ട്. ഫിഗറേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. കഥ പറയാല, കഴിഞ്ഞൊരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുക, ഒക്കെ പാസ്റ്റിലായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സെറ്റായിട്ട് പറയുക. അത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ആ നമുക്ക് പറഞ്ഞിട്ടുള്ള 6 മാർക്ക് സെറ്റ് ആവുള്ളൂ. ഓപ്ഷനാണ്, ഒന്നെങ്കിൽ ഇത് എഴുതാം അല്ലെങ്കിൽ ഇത് എഴുതാം. ഓക്കെ. സോ പിന്നെ 17 നമുക്ക് എന്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. 17 നമ്മുടെ ന്യൂസ് റിപ്പോർട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ, ന്യൂസ് റിപ്പോർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ആൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിങ്ങളോട് ന്യൂസ് റിപ്പോർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഈ വരുന്ന 2026 SLC മോഡൽ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് റിപ്പോർട്ടിൻ്റെ ക്വസ്റ്റ്യൻ. അത് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് an old man with enormous wings എന്നുള്ള ചാപ്റ്ററിൽ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാം. ഓക്കെ. സോ സഫറിംഗ് ആൻഡ് ഹാർഡ്ഷിപ്പ് ദ ഓൾഡ് മാൻ ഫേസസ് പെലായോ ഹോം ആൻഡ് ദ പബ്ലിക് റിയാക്ഷൻ ബിക്കം സബ്ജക്ട് ഓഫ് ന്യൂസ് പേപ്പർ ലീഡിംഗ് ഡെയിലി പ്രിപ്പയർ ലൈലി ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഹോസ്കോമിന്റെ വീട്ടുകാർ വന്നു, ഓൾഡ് മാൻ വന്നത് കൊണ്ട് ആ ഒരു നാട്ടിലെ ആളുകളുടെ പബ്ലിക് റിയാക്ഷൻ എന്തായിരുന്നു അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് എന്ത് ചെയ്യാം, അന്നത്തെ ന്യൂസ് റിപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. ന്യൂസ് റിപ്പോർട്ട് പിന്നെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, എന്ത് ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് ഹെഡ്ലൈന്, ലീഡിംഗ് പാരഗ്രാഫ്, ഹെഡ്ലൈന്, ബൈലൈൻ, പിന്നെന്താ ഉള്ളത്, പ്ലേസ്, ഡേറ്റ്, ലീഡ് എന്ന് പറഞ്ഞാൽ ലീഡിൽ എന്തൊക്കെ വേണ്ടത്, വാട്ട്, വെന്, വേർ, ഹു, ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള എന്ത് ഉണ്ടാകണം, ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ഇമെയിൽ എന്തിനാ, യു ഇന്നോവേറ്റഡ് ഐഡിയ സസ്റ്റൈനബിൾ വേസ്റ്റ് ഡിസ്പോസൽ മെക്കാനിസം ഹാസ് ബീൻ സെലക്ടഡ് ദി യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു ബോൾഡ് ഇൻഡസ്ട്രീസ് എൻക്വയറിംഗ് അബൌട്ട് പൊട്ടൻഷ്യൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഐഡിയ റിക്വസ്റ്റിംഗ് സപ്പോർട്ട് അസിസ്റ്റൻസ് അഡ്വാൻസ്ഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു പിന്നെ അടിപൊളി വേസ്റ്റ് ഒഴിവാക്കുന്ന സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു. സോ നിങ്ങൾ എന്ത് ചെയ്തു, യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിലേക്ക് സെലക്ട് ആയി. ഒരു ഇമെയിൽ അയക്കുക ബോൾഡ് ഇൻഡസ്ട്രിയിലേക്ക്, എൻക്വയറിംഗ്, അന്വേഷിച്ചുകൊണ്ട് പൊട്ടൻഷ്യൽ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഐഡിയ. ഈ ഐഡിയ, അതായത് ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയാലോ, അതായത് വേസ്റ്റ് ഒഴിവാക്കാൻ ഞാൻ പുതിയ മെക്കാനിസം കണ്ടുപിടിച്ചു, അതുകൊണ്ട് തന്നെ യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിലേക്ക് തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ ഞാനൊരു ഇമെയിൽ അയക്കാം ബോൾഡ് ഇൻഡസ്ട്രീസിലേക്ക്, ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട്, റിക്വസ്റ്റിംഗ് ദർ സപ്പോർട്ട് അസിസ്റ്റൻസ് അഡ്വാൻസ് പ്രോജക്റ്റ്. ഞാൻ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്തുണ്ടാക്കേണ്ടത്, ഒരു ഇമെയിൽ ഉണ്ടാക്കേണ്ടത്. ഇമെയിലിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഇന്നലത്തെ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ലൈവ് കൃത്യമായിട്ട് പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമെന്നുള്ളതാണ്. കണ്ടോ, മെയിൻറ്റെയിൻസ് ഫോർമാറ്റ് ഓഫ് ഇമെയിലിൻ്റെ ഫോർമാറ്റ്, യൂസ് ലാംഗ്വേജ് സ്യൂട്ടബിൾ, കൺവേസ് മെയിൻ ഐഡിയ, പർപ്പസ്, പ്രോപ്പർ സൊല്യൂഷൻ, കോംപ്ലിമെൻ്ററി ക്ലോസ്. അവസാനിക്കുമ്പോഴും തുടങ്ങുമ്പോഴും നല്ലൊരു സാധനം വരിക. അതേപോലെ സബ്ജക്റ്റ് വേണ്ടി വരും, സാർ എന്ന് വിളിച്ച് തുടങ്ങേണ്ടി വരും. ഓരോരോ കാര്യങ്ങളുണ്ടാവും, 2 പാരഗ്രാഫിലാക്കാൻ എഴുതേണ്ടത്. ഓക്കെ, അവസാനത്തെ പാരഗ്രാഫിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തു തരാൻ എന്നെ സഹായിക്കും എന്ന പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞിട്ടായിരിക്കണം എന്താ അവസാനിപ്പിക്കേണ്ടത്, ഇമെയിൽ അവസാനിപ്പിക്കേണ്ടത്. പിന്നെ ഇമെയിൽ അഡ്രസ്സ് എഴുതുമ്പോൾ എന്തെങ്കിലും എല്ലാം എന്തിനായിരിക്കണം, ആ ഇമെയിൽ അഡ്രസ്സിന് എന്ത് വേണം, അറ്റ് എന്നുള്ള സിമ്പിൾ വേണം. അതേപോലെ ഇപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് ABCD ഇങ്ങനെ വലിയ അക്ഷരമേ കൊടുക്കാൻ പറ്റില്ല, എല്ലാം ചെറിയക്ഷരമാക്കിയിട്ട് എഴുതണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം എക്സാം എഴുതേണ്ടത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18ാമത്തെ അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ആണ്. അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ഇതിൻ്റെ ഒരു വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, സാർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് കണ്ടാൽ ഇതിൻ്റെ കൃത്യമായ ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, സാലിമലിൻ്റെ ഡയറി. സാലിം അലി യെല്ലോ നെയ്പ്ഡ് യുഹിന എന്ന് പറയുന്ന കിളിനെ എവിടുന്ന് കണ്ടു, ഹിമാലയൻ ട്രയൽസിലേക്ക് പോയ സമയത്ത് അദ്ദേഹം കണ്ടു അല്ലേ. അപ്പോൾ ഹിമാലയൻ ട്രയൽസിൽ പോയപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായി, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സാലിം അലി എഴുതുന്ന ഒരു ഡയറിയാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഡയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെല്ലാം പറയണം നോക്കിക്കോ, ഡേറ്റ് മസ്റ്റാണ്. എന്താണ് ഡേറ്റ് മസ്റ്റാണ്. പിന്നെ പറയുന്ന കാര്യം എന്താ, അവിടെ എന്തുണ്ടായി, അവർ ഹിമാലയൻ ട്രയൽസിലേക്ക് പോയ സമയത്ത് അവരുടെ കൂടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ജീവിച്ചത്, അവർ നിന്നത് ഒരു നേരോ പാസേജിൻ്റെ ഇടയിലായിരുന്നു. പിന്നെ അവിടെയാണ് അവർ ടെൻ്റൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. അതുപോലെ യെല്ലോ നെയ്പ്ഡ് യുഹിനെ നോക്കാൻ ആ ഒരു ബൈനോക്കുലേഴ്സിലൂടെ നോക്കുന്ന സമയത്ത് സാലിം അലി പുറകിലോട്ട് വീയാൻ പോയ സിറ്റുവേഷൻ, അതിനെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ. സാലിം അലി പുറകിലോട്ട് നോക്കിയപ്പോൾ ഭയങ്കര ആയമുള്ളൊരു കൊക്കയായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ എഴുതണം കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം സാലിം അലിയുടെ ഡയറി എഴുതുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്ര എഴുതിയാൽ മതി. ഓക്കെ. സോ പിന്നുള്ളത് എന്താണ്, പിന്നെ ബയോഗ്രഫിക്കൽ സ്കെച്ചാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിം ഗോർക്കി വെലോട് പോലെ എഴുതിയിട്ടുള്ള മാക്സിം ഗോർക്കിയുടെ ബയോഗ്രഫിക്കൽ സ്കെച്ചാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ അതേപോലെ കൃത്യമായിട്ട് ഓർഡറിൽ എഴുതുക. പക്ഷേ ഡെത്ത് അവസാനം എഴുതണം. ഡെത്ത് പറയുമ്പോൾ പാസ്ഡ് അവേ പോലെയുള്ള ഫ്രേസൽ വെർബുകൾ യൂസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ പിന്നെ
പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവൻറ്റ് ഇൻവിറ്റേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവൻറ്റ് ഇൻവിറ്റേഷൻ എന്ത് വേണം? നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരെന്താ കൊടുക്കണം, അതേപോലെ സ്കൂളിൻ്റെ പേരെന്താ കൊടുക്കണം, അതേപോലെ ആദ്യം ഒരു വെൽക്കം ഏരിയ വേണം, അതിനുശേഷം ഡേറ്റ് ടൈം വെന്യൂ വേണം, അതിന് താഴേക്ക് വരുമ്പോൾ എന്തെല്ലാം പ്രോഗ്രാംസ് അവിടെ നടക്കുന്നത് കാര്യങ്ങൾ വേണം. ഏറ്റവും അടിയിൽ ആരാണോ ഒരു വെൽക്കം എന്ന് പറഞ്ഞാൽ എല്ലാ വെൽക്കം ഇൻവിറ്റേഷൻ രണ്ടാ, ഒന്ന് സ്വാഗതം ഒന്ന് ക്ഷണിക്കുക. തുടക്കത്തിൽ പിന്നെ വെൽക്കം ആവേണ്ടത് കുറച്ച് താഴേക്ക് എത്തുന്ന അതിൻ്റെ മുന്നേ വേണം എല്ലാവരെയും ഇൻവൈറ്റ് ഓൾ എന്നൊക്കെ പറഞ്ഞൊരു സാധനം കൊടുക്കാം. ഓക്കെ, അങ്ങനെ ആയിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവൻറ്റ് ഇൻവിറ്റേഷൻ. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്ലാസ്സിലെ ലൈവിൽ വളരെ വൃത്തിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയത് കണ്ടാൽ മതി. അല്ലെങ്കിൽ കുറച്ച് മുമ്പ് സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു രണ്ടാഴ്ച മുന്നേ. അപ്പോൾ അവിടെ പോയി കാണണം. അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ ക്ലാസ് ലൈവിൽ കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സാധനം മനസ്സിലാവും. ഓക്കെ, സോ ഇവൻ ഇൻവിറ്റേഷനിൽ വേണ്ട സാധനങ്ങൾ അറിയാലോ അല്ലേ? ടൈം, ഡേറ്റ്, വെന്യൂ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. ഒരു 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു നാല് WH ക്വസ്റ്റ്യനും ഒരു SR നോ ക്വസ്റ്റ്യനും ഉണ്ടാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും നിങ്ങളുടെ SLC എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുമെന്ന കാര്യത്തിൽ എന്തില്ല സംശയമില്ല. ഓക്കെ, സോ നിങ്ങളുടെ SLC മോഡൽ എക്സാമിനും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു 3 അപ്രോപ്രിയേറ്റ് WH ക്വസ്റ്റ്യനും ഒരു SR നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങളോട് ആ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഓക്കെ, സോ പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ, ഇതൊരു ഏരിയ. ഈ ഏരിയ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഈ ഏരിയ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കൂല. എന്തായാലും ചോദിക്കൂല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല മീൻസ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് ചാപ്റ്റർ എന്ന ഏരിയ എന്നല്ല, ഇത് പുറത്തുള്ള ഏരിയ. അപ്പോൾ പുറത്തുള്ള ഏരിയ എന്നായിരിക്കും ഇതും നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുള്ളത്. രണ്ടാമത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പുറത്തുള്ള ഏരിയ. അപ്പോൾ അത് അടുത്ത ഓരോ പേപ്പറിലും ഇങ്ങനെ പുതിയ കാര്യങ്ങളായിരിക്കും വന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഏരിയ ഡിസ്കസ് ചെയ്യുന്നില്ല. കാര്യം മനസ്സിലായല്ലോ മക്കളെ? വെറുതെ നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എക്സാമിൻ്റെ തലേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഡോക്ടർ സാലിം അലിയെ കുറിച്ചിട്ട് എഡിറ്റിംഗ് പാരഗ്രാഫിൽ ഒരു എഡിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ സാലിം അലി. ഓക്കെ, ഡോക്ടർ സാലിം അലി നോ ആസ് ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. സാലിം അലി അറിയപ്പെടുന്നത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ആയിട്ടാണ്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ആയിട്ടാണ്. അപ്പോൾ സാലിം അലി നോ എന്നല്ല വേണ്ടത്, സാലിം അലി അറിയപ്പെടുന്നത് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ആയിട്ടാണ്. ഓക്കെ, ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തു. സ്റ്റഡിയിങ് ആൻഡ് കൺസർവിങ്. ഇവിടെ ഒരു ING ഫോം വന്നതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ING ഫോം തന്നെ ആയിരിക്കും. കൃത്യമായിട്ട് എഡിറ്റിങ്ങിൻ്റെ വീഡിയോയിൽ സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഏരിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് കണ്ടാൽ ഒരു ഏരിയ മനസ്സിലാവും കേട്ടോ. പിന്നെന്താണ്, His servers birds across India provide valuable insight into their habitat അല്ല, കിളികളുടെ എന്നാ വേണ്ടത്. their പ്ലേസിന് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ കിളികൾ എന്നാ പറഞ്ഞത്. അപ്പോൾ എന്തേ കാര്യം ദയർ എന്നാ കൊടുക്കുക കേട്ടോ. സോ പിന്നെന്താണ്, he wrote a several influential book. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. സോ ഇൻക്ലൂഡിംഗ് ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹൂ റിമൈൻസ് എന്നുള്ളത് എന്താ, വ്യക്തികളെ കുറിച്ച് പറഞ്ഞതാ. ഇവിടെ ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചാണ്, ബേർഡ്സ് എന്നുള്ള പുസ്തകത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ എന്തായിരിക്കും, വിച്ച്. ഒരു മിനിറ്റ്, വിച്ച് ആയിരിക്കും കേട്ടോ. വിച്ച് എന്നായിരിക്കും. ഓക്കെ, പിന്നെന്താണ്, റിമൈൻസ് എ ക്ലാസിക്കൽ റെഫറൻസ് ഫോർ ദ ഓർണിത്തോളജിസ്റ്റിന് സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ N കഴിഞ്ഞിട്ട് ഒരു I ഉണ്ട് കേട്ടോ. ഇവിടെ N കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഇവിടെ ORINI ഉണ്ട്. ഇവിടെ ഇതിലെന്തില്ല, അതിൽ I ഇല്ല. അപ്പോൾ തെറ്റാണ് കേട്ടോ. അപ്പോൾ ഓർണിത്തോളജിസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ING ഫോം ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ വീഡിയോ സാർ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പോയി കാണാം. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താ, പിന്നെ ഒരു ഫ്രൈസൽ വെർബാണ്. ഈ ഫ്രൈസൽ വെർബിൻ്റെ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫ്രൈസൽ വെർബിൻ്റെ ഏരിയ സാർ ഇന്നത്തെ ലൈവിൽ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ സെറ്റ് എയും സെറ്റ് ബിയും സെറ്റ് സിയിലുള്ള ഫ്രൈസൽ വെർബ് കൃത്യമായിട്ട് പഠിച്ചോ. അത് തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണല്ലോ? യെസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ക്യാൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. A ടേക്കൺ ബാക്ക് ആണ്, 2 ലുക്ക് ഡൗൺ, 3 C ഗെറ്റ് ഓവർ, D മേക്കപ്പ് ആണ്, 1 2 3 4 5. നിങ്ങൾ ശ്രദ്ധിക്കുക, 5 കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എത്ര സെറ്റാക്കിയാൽ മതി, 4 നമുക്ക് സെറ്റാക്കിയാൽ മതി. അപ്പം എന്ത് ചെയ്ത് ഓവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത്. കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, ഇത് സാർ ഓൾറെഡി ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് ഇനിയും ഇത് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലൈവ് വീഡിയോ പോയി കണ്ടാൽ ഈ സാധനം കിട്ടും. ഓക്കെ, പിന്നെ ഇതിലും കൂടുതൽ സാധനങ്ങൾ വേണമെങ്കിൽ ഇന്ന് രാത്രി 7:00 നമ്മുടെ പ്രഡിക്ഷൻ ലൈവിലേക്ക് വന്നോ, എല്ലാ കാര്യവും നമുക്ക് സെറ്റായിട്ട് അവിടെ പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് നമ്മളുടെ എന്താണ്,
ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കോ, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ്, റൈറ്റ് വേർഡ്സ് ഫ്രം ദ ഗിവൺ ബ്രാക്കറ്റ്സ്. ഐ റീകാൾ വൺ പാർട്ടിക്കുലർലി ഹയർ റൈസിങ് ഇൻസിഡൻറ്റ് എലോങ് ഹിമാലയാസ്. ഹിമാലയ പറയുന്ന നോണല്ലേ, അപ്പോൾ എലോങ് ദ ഹിമാലയൻ ട്രയൽ. അൽമോറ ടു ലിപ് ലേക്സ്, അപ്പോൾ മീൻസ് ടു വന്നുകൊണ്ട് ഇപ്പോഴത്തെ എന്തെങ്കിലും ഫ്രം അൽമോറ ടു ലിപ് ലേക്ക് പാസ്. മൈ വേ, ഇവിടെ ഇൻ മൈ വേ എന്ന് കൊടുക്കാം, ഓൺ മൈ വേ എന്നും കൊടുക്കാം. കാരണം ഇവിടെ നമ്മളെ പുസ്തകത്തിലുള്ള എന്താണ്, ഓൺ മൈ വേ ആണ്. ഇൻ മൈ വേ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാനസറോവർ ആൻഡ് മൗണ്ട് കൈലാസ് ഇൻ 1945. ഇന്ന് ഇവിടെ വേണമെങ്കിൽ ഇന്ന് കൊടുക്കാം, ഇന്ന് ഇവിടെയും കൊടുക്കാം. ഇവിടെ ഇന്ന് കൊടുക്കുക, അങ്ങോട്ട് ഓൺ ആക്കിയാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ പുസ്തകത്തിലുള്ളത് ഇവിടെ ഇന്നും ഫസ്റ്റിൽ ഓൺ, രണ്ടാമത് ഇന്നുമാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുത്ത്. ഓക്കെ, പിന്നെ പർട്ടിക്കുലർലി നാരോ പാർട്ട് ഓഫ് ദ ട്രയൽ വിത്ത് എ 1000 feet ഓഫ് വെർട്ടിക്കൽ സ്ക്രാപ്പ് ഓൺ. ഇത് പുസ്തകത്തിലുള്ള സെയിം ഏരിയ ആണ്, പുസ്തകം നോക്കിയാൽ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞത് എന്ത് ചെയ്യും, പാഠം ശരിക്കും പഠിച്ചോ, അത് തന്നെ നിങ്ങളോട് എഡിറ്റിങ്ങും എല്ലാം ചോദിക്കുള്ളൂ, നിങ്ങളുടെ ക്വസ്റ്റ്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പഠിക്കാം. സാറോട് പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നെറ്റിലുണ്ട്, നോക്കിയാൽ മതി. 2-3 ക്വസ്റ്റ്യൻ പേപ്പർ എന്തുണ്ട് നെറ്റിൽ കിട്ടുന്നത്, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. അതിൽ സെറ്റ് ബി ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത് കേട്ടോ. സോ ഇത് പിന്നെ ഈ ഒരു ഏരിയ, അതായത് ഇതിൻ്റെ ഒരു വീഡിയോ, കോൺവെർസേഷൻ കംപ്ലീഷൻ്റെ ഒരു വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ സെയിം സാധനത്തിൻ്റെ ഒരു വീഡിയോ സാർ ചെയ്തിട്ടുണ്ട്. ഇത് വേഗം പോയിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ഒരു വീഡിയോ വരുന്നുണ്ട്, ഇതിൻ്റെ ഈ സെയിം സാധനം, ഇതിൻ്റെ കോൺവെർസേഷൻ കംപ്ലീഷൻ്റെ ഒരു സെയിം വീഡിയോ സാർ ചെയ്തിട്ടുണ്ട്. അത് വേഗം പോയിട്ട് നിങ്ങൾ കാണണം, മറന്നു പോയത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തൊരു സാധനം വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു സാധനം കൃത്യമായിട്ട് പോയിട്ട് കണ്ടോ. എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കോൺവെർസേഷൻ കംപ്ലീഷൻ എന്തായാലും ചോദിക്കും. അത് ഈ ഏരിയ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഏരിയ കൃത്യമായിട്ട് പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോൺവെർസേഷൻ കംപ്ലീഷൻ്റെ, അത് പോയിട്ട് കാണാം. ഓക്കെ, സോ അതാണ് ഈ ഏരിയനെ കുറിച്ച് പറയാനുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഒരു ഏരിയയും റിപ്പോർട്ട് സ്പീച്ച് ആണ്. ശരിക്കും നോക്കിക്കോ, റിപ്പോർട്ട് സ്പീച്ച്. പരുൾ, വൈ ഡോണ്ട് യു സ്റ്റോപ്പ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ബ്ലഡ് ആൻഡ് നാപ്കിൻസ്. നീ എന്തുകൊണ്ടാണ് നിൻ്റെ ഒരു ബ്ലഡ് നാപ്കിൻസിൻ്റെ എക്സ്പീരിയൻസ് നിർത്തിയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക. പരുൾ ആസ്ക്ഡ് ടു ബബ്ലു വൈ ഹി ഡിഡിൻറ്റ് സ്റ്റോപ്പ്. വൈ യു എന്നുള്ളത് എന്തായി, യു എന്നുള്ളത് ഹി ആയി, ഡോണ്ട് ഉള്ളത് എന്തായി, ഡോണ്ട് ഉള്ളത് ഡിഡിൻറ്റ് ആയി കേട്ടോ. വൈ ഹി, ഈ ഒരു മാറ്റം മാത്രമേ ഇതിലുള്ളൂ. വിത്ത് ബ്ലഡ് ആൻഡ് നാപ്കിൻസ് ബാക്കിയൊക്കെ എന്താണ്, സെയിം ആണ്. ബബ്ലു റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് ജസ്റ്റ് ട്രൈയിങ്. ബബ്ലു റിപ്ലൈഡ് ദാറ്റ് അയാം എന്തായി, അയാം മാറ്റിയിട്ട് എന്താ പറയുന്നത്, അയാം മാറ്റിയിട്ട് ഐ ഉള്ളത് ഹി ആയി, ആം ഉള്ളത് എന്തായി, വാസ് ആയി. ഹി വാസ് ജസ്റ്റ് ട്രൈയിങ് ടു ഡു സംതിങ് ഫോർ ദ പുവർ ഇൻ മൈ വില്ലേജ് എന്തായി, ഇൻ ഹിസ് വില്ലേജ്. ഇതാണ് നമ്മളുടെ സെറ്റ് ബി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞത് നമ്മളുടെ എന്താ പറയുക, കൺജങ്ഷൻസ് ആഡ് ചെയ്യാനുള്ളതാണ്. ആൾദോ, അണ്ടിൽ, വൈൽ, സിൻസ്, ബിക്കോസ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എലോ, ആൾട്ടോ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, അൺടിൽ എന്ന് പറഞ്ഞാൽ വരെ, വൈൽ ആ സമയത്ത്, സിൻസ് പറഞ്ഞാൽ വരെ, ബിക്കോസ് പറഞ്ഞാൽ എന്താ, ബിക്കോസ് കാരണം, അല്ലെങ്കിൽ അങ്ങനെ കുറേ 2-3 മീനിങ്സ്. ബിക്കോസ് കാരണം നമ്മൾ പറയാറുള്ളത്. മീര വാണ്ടഡ് ടു ഫിനിഷ് ഹെർ പ്രൊജക്റ്റ് ബിഫോർ സ്കൂൾ തുറക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം, മീരക്ക് അവളുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സാധനം എന്തായിരിക്കും, സിൻസ് ഷീ ഹാഡ് ലോട്ട്സ് ഓഫ് ടു റീഡ് ആൻഡ് റിസർച്ച്. ഇപ്പോഴും അവർക്ക് എന്ത് ചെയ്യാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കും, ഫസ്റ്റ് നമ്മൾ സിൻസ് എന്ന് കൊടുക്കണം. ഷീ വർക്ക്ഡ് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്, ഷീ ഡിഡ്ന്റ് ടേക്ക് എനി ബ്രേക്സ്. അവൾ എന്ത് ചെയ്തില്ല, ഇതുവരെ ഒരു ബ്രേക്കും എടുത്തില്ല. അത് ബ്രേക്ക് എടുക്കാതെയാണ് എന്ത് ചെയ്തത്, അവൾ ആ സാധനം ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ വേണ്ട സാധനം എന്താ, രണ്ടാമത് വേണ്ട സാധനം, ഒരു ബ്രേക്ക് കൊടുക്കാതെ ഇതുവരെ എന്ത് ചെയ്തു, അവൾ വർക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ദെൻ ഷീ ഫെൽറ്റ് എക്സോസ്റ്റഡ്. ഇവിടെ വേണ്ട സാധനം ആൾദോ, എന്നിരുന്നാലും അവൾ എന്തായതായി. പിന്നെ ഹെർ മദർ ഹെൽപ്ഡ് ഹെർ വിത്ത് ഡ്രോയിങ്സ്. അവളെ അമ്മ എന്ത് ചെയ്തു, അവളെ പിന്നെ ഡ്രോയിങ്സിൽ വരക്കാനൊക്കെ എന്ത് ചെയ്തു, അവളെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, കാരണം ഷി വാസ് ഗുഡ് അറ്റ് ആർട്ട്. അവളുടെ അമ്മ ഭയങ്കര ഗുഡായിരുന്നു. സോ അതുകൊണ്ട് നമ്മളിവിടെ ബിക്കോസ് എന്ന് കൊടുക്കും. നാലാമത്തത് പിന്നെ ഹെർ ഫ്രണ്ട്സ് എന്ന് തുടങ്ങുന്നത്. പിന്നെ തുടങ്ങുന്നത് എന്താ, ഫ്രണ്ട്സ്. ഇവർ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, വൈൽ എന്നായിരിക്കും. ആ സമയത്ത് അവളുടെ ഫ്രണ്ട്സ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക, വൈൽ എന്ന് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ വൈൽ എന്ന് കൊടുക്കുക കേട്ടോ. സോ പിന്നെ ലാസ്റ്റുള്ള ഏരിയ ഈ ഒരു കോളമാണ്. ഈ ഒരു കോളം നമ്മുടെ ഓണം എക്സാമിന് ചോദിച്ച കോളമായിരുന്നു. ഡോക്ടർ ഹൂ സ്റ്റഡി സ്കിൻ ഡിസീസിനെ കുറിച്ച് പറയുന്ന ഡോക്ടർക്ക് എന്താ പറയുക, നമ്മൾ എന്ത് പറയും, കാർഡിയോളജിസ്റ്റ് എന്ന് പറയും. നമ്മളെന്താ പറയുക, കാർഡിയോളജിസ്റ്റ് ആണോ, കാർഡിയോളജിസ്റ്റ് പറയാം, അല്ല, കാർഡിയോളജിസ്റ്റ് എന്തിനുള്ളതാണ്, കാർഡിയോളജിസ്റ്റ് ഹൃദയത്തിൻ്റെ ആളാണ് കേട്ടോ. സോ നമ്മൾ എന്താ പറയുക, സ്കിൻ ഡിസീസ് ചികിത്സികളൊക്കെ നമ്മൾ എന്ത് പറയും,
ഹെർമറ്റോളജിസ്റ്റ് എന്ന് പറയും. രണ്ടാമത്തെ എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ഏൻഷ്യന്റ് കൾച്ചേഴ്സ്, മനുഷ്യൻ്റെ പിന്നെ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാണ് എന്ത് പറയും, അയാൾക്ക് നമ്മൾ എന്ത് പറയടാം, നമ്മൾ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയും. സയൻറ്റിസ്റ്റ് പ്ലാന്റ്സിനെ കുറിച്ച് പറയുന്ന ആൾക്ക് നമ്മൾ എന്ത് പറയും, പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്ക് നമ്മൾ എന്ത് പറയടാം, പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് നമ്മൾ ബോട്ടണിസ്റ്റ് എന്ന് പറയുന്നു. ദെൻ എ പേഴ്സൺ ഹൂ ഗീവ്സ് ഔട്ട് ഓഫ് എക്സ്പ്ലെയിൻസ് മെഡിസിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ എന്ത് പറയും, നമ്മൾ അവരെ ഫാർമസിസ്റ്റ് എന്ന് പറയും. അവരില്ലാത്തൊരു സാധനം ഉണ്ട്, അതാണ് കാർഡിയോളജിസ്റ്റ്. ഹൃദയവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. സോ വ്യക്തിയല്ല, ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.